എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ HSC ഇംഗ്ലീഷിന് വേണ്ടിയുള്ള മോഡ്യൂൾ 8 ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിലെ NCFന്റെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കിയത്. ഇനി അതിൻ്റെ കൂടെ തന്നെ കൊടുത്തേക്കുന്ന KCF ഓൺ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് നോക്കാം. ഇത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ വായിച്ചിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസും കൂടെ കിട്ടും എക്സാമിന് മുന്നേ. അപ്പോൾ KCF ഓൺ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് അതിൽ ഒന്നാമത്തെ ചോദ്യം, according to the KCF, the primary aim of English language education in Kerala is to. അപ്പോൾ KCF അനുസരിച്ച് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് അല്ലേ, അപ്പം പ്രൈമറി എയിം എന്താണ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ കേരള ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൈമറി എയിം. ഓപ്ഷൻ എ നോക്കിയേ, അച്ചീവ് നേറ്റീവ് ലൈക്ക് ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ്. ഓപ്ഷൻ ബി, ഡെവലപ്പ് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പിറ്റൻസ് ആൻഡ് ഇന്റർ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിംഗ്. ഓപ്ഷൻ സി, ഫോക്കസ് സോൾലി ഓൺ ഗ്രാമർ ആൻഡ് വൊക്കാബുലറി അക്വിസിഷൻ. ഓപ്ഷൻ ഡി, പ്രിപ്പയർ സ്റ്റുഡൻസ് ഫോർ ഇന്റർനാഷണൽ എക്സാംസ് ലൈക്ക് TOEFL. അപ്പം ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഡെവലപ്പ് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പിറ്റൻസ് ആൻഡ് ഇന്റർ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്. കമ്മ്യൂണിക്കേറ്റീവ് കോമ്പിറ്റൻസ് ഡെവലപ്പ് ചെയ്യാം, ഇന്റർ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യുക. അതാണ് അക്കോർഡിംഗ് ടു KCF the primary aim of English language education in Kerala. Answer, develop communicative competence and intercultural understanding. രണ്ടാമത്തെ ചോദ്യം നോക്കാം. The KCF emphasizes the integration of language skills. LSRW അറിയാല്ലേ, listening, speaking, reading, writing. Which of the following is not a key language skill emphasized at the primary level? പ്രൈമറി ലെവലിൽ എംഫസൈസ് ചെയ്യാത്ത കീ ലാംഗ്വേജ് സ്കിൽ ഏതാണ്? ഓപ്ഷൻസ് ഡി വരെ കൊടുത്തേക്കുന്ന LSRWയും ഓപ്ഷൻ ഇയിലും അനലൈസിങ് കോംപ്ലക്സ് ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഇത് ചോദ്യം എന്താണ്? പ്രൈമറി ലെവലിലെ ലാംഗ്വേജ് സ്കിൽ അല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഇ ആണ്, അനലൈസിങ് കോംപ്ലക്സ് ടെക്സ്റ്റ്. മൂന്നാമത്തെ ചോദ്യം നോക്കിയേ, The KCF encourages the use of various discourse models in English language teaching, which is not considered a discourse mode. അപ്പോൾ ഒരു ഡിസ്കോഴ്സ് മോഡ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. KCF എൻകറേജ് ചെയ്യുന്നുണ്ട് വെറൈറ്റീസ് ഓഫ് ഡിസ്കോഴ്സ് മോഡൽസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ. അതിൽ താഴെ നൽകിയിരിക്കുന്നതിൽ അത് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. കോൺവെർസേഷൻ, നറേറ്റീവ്, റിപ്പോർട്ട്, ഗ്രാമർ റൂൾസ്, പിന്നെ എസ്സേയും ഉണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ തന്നെ കാണാമല്ലേ, നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കോൺവെർസേഷൻ, നറേറ്റീവ്, റിപ്പോർട്ടും എസ്സേയും എല്ലാം കൊടുക്കാം. ഗ്രാമർ റൂൾസ് അതിനകത്ത് വരുന്നതല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗ്രാമർ റൂൾസ്. ഒന്നും കൂടെ വായിക്കാം. The KCF encourages the use of various discourse models in English language teaching, which is not considered a discourse mode. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് അല്ലാത്തതെന്നാണ്. അത് ഗ്രാമർ റൂൾസ് ആണ്. അപ്പോൾ നാലാമത്തെ ചോദ്യം, The KCF promotes the concept of multiple intelligence in language learning. This means. അപ്പോൾ KCF പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ലാംഗ്വേജ് ലേണിംഗിൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ നോക്കിയേ, ഓൾ സ്റ്റുഡൻസ് ലേൺ അറ്റ് സെയിം പേസ് ആൻഡ് ഇൻ ദ സെയിം വേ ആണോ? ലേണിംഗ് എക്സ്പീരിയൻസ് ഷുഡ് cater to diverse learning styles and needs ആണോ? Only visual learners should be encouraged in English class ആണോ? The students should be grouped based on their language proficiency ആണോ? അപ്പം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് വേണ്ടുന്നത്. അപ്പം ഓൾ സ്റ്റുഡൻസ് ലേൺ അറ്റ് ദ സെയിം പേസ് ആൻഡ് ഇൻ ദ സെയിം വേ, അങ്ങനെ ഒരിക്കലും വരില്ലല്ലോ, എല്ലാവരും ഒരേ രീതിയിൽ തന്നെ പഠിച്ചെടുക്കില്ലല്ലോ. സി നോക്കിയേ, ഓൺലി വിഷ്വൽ ലേണേഴ്സ് ഷുഡ് ബി എൻകറേജ്ഡ് ഇൻ ഇംഗ്ലീഷ് ക്ലാസ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നാണ് ഇവിടെ വിഷ്വൽ ലേണേഴ്സിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ അത് വരില്ല. ഓപ്ഷൻ ഡി നോക്കിയേ, സ്റ്റുഡൻസ് ഷുഡ് ബി ഗ്രൂപ്പ്ഡ് ബേസ്ഡ് ഓൺ ദെയർ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അനുസരിച്ച് അവരെ ഗ്രൂപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ അവിടെ പരിഗണിക്കുന്നുള്ളൂ, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ലേണിംഗ് എക്സ്പീരിയൻസസ് ഷുഡ് cater to diverse learning styles and needs. വെറൈറ്റീസ് ഓഫ് ലേണിംഗ് സ്റ്റൈൽസും നീഡ്സും ഒക്കെ കൊണ്ടുവരുന്നെന്ന് പറയുമ്പോഴേ അവിടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യം നോക്കാം. The KCF advocates for a shift from traditional assessment method, which is not an assessment method aligned with the KCF. അപ്പോൾ KCFുമായിട്ട് ബന്ധപ്പെടാത്ത അസസ്മെന്റ് മെത്തേഡ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം സമ്മേറ്റീവ് അസസ്മെന്റ്, ഫോർമേറ്റീവ് അസസ്മെന്റ്, പിയർ അസസ്മെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ റോട്ട് മെമ്മറൈസേഷൻ ടെസ്റ്റ് ആണ് KCF അലൈൻ ചെയ്യാത്ത അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാത്ത അസസ്മെന്റ് എന്ന് പറയുന്നത്.
വെറുതെ മെമ്മറൈസേഷൻ ടെസ്റ്റ് മാത്രം നടത്തുന്നത് അത് ചെയ്യുന്നില്ല. അപ്പം അതിൻ്റെ ആൻസർ റോട്ട് മെമ്മറൈസേഷൻ ടെസ്റ്റ് ആണ്. 6ാമത്തെ ചോദ്യം നോക്കാം. The KCF aims to foster an appreciation to different cultures through English. This is achieved. അപ്പം KCFന്റെ എയിം എന്താണ്? ഡിഫറെന്റ് കൾച്ചേഴ്സ് അപ്രിസിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കണം ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിങ്ങിലൂടെ. അതെങ്ങനെയാണ് നേടിയെടുക്കുക എന്ന് പറയുന്നത്? ഫോക്കസിങ് സോൺലി ഓൺ ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ലിറ്ററേച്ചർ. വെറുതെ ഇമ്പോർട്ടൻസ് ബ്രിട്ടീഷ് അമേരിക്കൻ ലിറ്ററേച്ചറിന് മാത്രം കൊടുത്തുകൊണ്ടാണോ, അതോ പ്രൊമോട്ടിംഗ് ഇന്റർ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്? അപ്പൊ ഇന്റർ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്ങിനും ഗ്ലോബൽ സിറ്റിസൺഷിപ്പിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണോ, ടീച്ചിങ് ഇംഗ്ലീഷ് ആസ് എ ന്യൂട്രൽ ലാംഗ്വേജ് വിതൗട്ട് കൾച്ചറൽ കോണ്ടസ്റ്റ്? അപ്പൊ കൾച്ചറൽ കോണ്ടസ്റ്റ് ഒന്നും ഉൾപ്പെടാതെ ഒരു ന്യൂട്രൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിലൂടെയാണോ? ഡി നോക്കിയേ, ഇഗ്നോറിംഗ് ദി ഇൻഫ്ലുവൻസ് ഓഫ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഓൺ ലാംഗ്വേജ് ലേണിംഗ്. അപ്പൊ എന്താണ്, കൾച്ചറൽ ലാംഗ്വേജ് ലേണിംഗ് പഠിക്കുമ്പോൾ അതിനകത്ത് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിന്റെ ഇമ്പോർട്ടൻസിനെ പാടെ അവഗണിച്ചുകൊണ്ടാണോ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഒരു അപ്രിസിയേഷൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്, ഡിഫറെന്റ് കൾച്ചേഴ്സിന്റെ അപ്രിസിയേഷൻ നേടിയെടുക്കേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജിലൂടെ. അപ്പൊ അതിൽ ആപ്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. എന്താണ് പറയുന്നത്? പ്രൊമോട്ടിംഗ് ഇന്റർ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്. ക്വസ്റ്റ്യൻ നോക്കിയേ. The KCF aims to foster an appreciation to different cultures through English. അപ്പോൾ this is achieved promoting intercultural understanding and global citizenship. അപ്പോൾ 7th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. The KCF emphasizes the importance of home language in education. Why is this significant? അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് ഹോം ലാംഗ്വേജ് കൊണ്ടുവരുന്നുണ്ട്. അത് എങ്ങനെയാണ് അത് സിഗ്നിഫിക്കൻ്റ് ആവുന്നത്? എങ്ങനെയാണ് അതിനൊരു പ്രാധാന്യം കിട്ടുന്നത്? ഹോം ലാംഗ്വേജസ് ഹിൻഡർ ദ ലേണിംഗ് ഓഫ് ഇംഗ്ലീഷ്. അപ്പൊ അതല്ലെന്ന് അറിയാല്ലേ. ഹോം ലാംഗ്വേജസ് ഷുഡ് ബി കംപ്ലീറ്റ്ലി റീപ്ലേസ്ഡ് ബൈ ഇംഗ്ലീഷ് ഇൻ ദ ക്ലാസ് റൂം. അതുമല്ലല്ലേ, ഹോം ലാംഗ്വേജ് ഇംഗ്ലീഷിന് പകരം ഉപയോഗിക്കുന്നതല്ല, അതറിയാം. ഹോം ലാംഗ്വേജസ് പ്രൊവൈഡ് എ ഫൗണ്ടേഷൻ ഫോർ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആൻഡ് ക്യാൻ ബി ഇന്റഗ്രേറ്റഡ് ഇൻ ടു ദ ലേണിംഗ് പ്രോസസ്. അപ്പം ഹോം ലാംഗ്വേജിനെ ഒരു ഫൗണ്ടേഷൻ ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കാം. എന്തില്? ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ. പിന്നെ അതെന്ത് യൂസ് ചെയ്യാം? ക്യാൻ ബി ഇന്റഗ്രേറ്റഡ് ഇൻ ടു ദ ലേണിംഗ് പ്രോസസ്. വെറൈറ്റീസ് ഓഫ് ലേണിംഗ് പ്രോസസ്സ് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്താം. അതാണോ? ഓപ്ഷൻ ഡി നോക്കിയേ. ഹോം ലാംഗ്വേജസ് ആർ ഓൺലി റെലവെന്റ് ഇൻ ഇൻഫോർമൽ സെറ്റിംഗ്സ്. ഇൻഫോർമൽ സെറ്റിംഗ്സിൽ മാത്രമേ ഹോം ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ റെലവെന്റ് ആവുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ KCF emphasizes the importance of home languages in education. Why is this significant? ഹോം ലാംഗ്വേജസ് KCFൽ എങ്ങനെ സിഗ്നിഫിക്കൻ്റ് ആവുന്നു? അപ്പൊ ഓപ്ഷൻ സി ആണ്. Home languages provide a foundation for language development and can be integrated in the learning process. 8th question നോക്കാം. The KCF recommends activities that enhance creative skills. Why is this important in English language learning? അപ്പൊ KCF recommend ചെയ്യുന്നുണ്ട് ക്രിയേറ്റീവ് സ്കിൽസ് എൻഹാൻസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗിൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? പ്രാധാന്യം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ നോക്കിയേ. ക്രിയേറ്റിവിറ്റി ഈസ് നോട്ട് റെലവെന്റ് ടു ലാംഗ്വേജ് ലേണിംഗ്. ക്രിയേറ്റിവിറ്റി ലാംഗ്വേജ് ലേണിംഗിൽ റെലവെന്റ് അല്ലെന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ഹെൽപ്പ് സ്റ്റുഡൻസ് ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്. ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിംഗ് സ്കിൽസും എല്ലാം ഡെവലപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ സി നോക്കിയേ. ക്രിയേറ്റിവിറ്റി ഈസ് ഓൺലി ഇമ്പോർട്ടൻറ്റ് ഫോർ ആർട്ടിസ്റ്റിക് സബ്ജക്റ്റ്. ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിക് സബ്ജക്റ്റിന് മാത്രം പ്രാധാന്യമുള്ളതാണ്. ഓപ്ഷൻ ഡി നോക്കിയേ. ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ആർ എ ഡിസ്ട്രാക്ഷൻ ഫ്രം ലാംഗ്വേജ് അക്വിസിഷൻ. അപ്പൊ അത് ലാംഗ്വേജ് അക്വിസിഷന് ഒരു ഡിസ്ട്രാക്ഷൻ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ KCF recommends activities that enhance creative skill. Why is this important in English language learning? അപ്പൊ ആൻസർ നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ്. ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ഹെൽപ്പ് സ്റ്റുഡൻസ് ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്. അപ്പൊ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിംഗ് സ്കിൽസും എല്ലാം ഡെവലപ്പ് ആയി വരും. അപ്പൊ 9ാമത്തെ ചോദ്യം നോക്കാം. The KCF suggests using informal assessment methods like portfolio assessment. How does this method benefit students? അപ്പൊ ഇൻഫോർമൽ അസസ്മെന്റ് മെത്തേഡും KCF സജസ്റ്റ് ചെയ്യുന്നുണ്ട്, പോർട്ട്ഫോളിയോ അസസ്മെന്റ് പോലുള്ള. അപ്പൊ ഈ മെത്തേഡ് എങ്ങനെയാണ് സ്റ്റുഡൻസിന് ഉപയോഗപ്രദമാകുന്നതാണ് ചോദ്യം. അപ്പൊ ഓപ്ഷൻ എ നോക്കിയേ. ഇറ്റ് പ്രൊവൈഡ്സ് എ കോംപ്രഹെൻസീവ് റെക്കോർഡ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് ഓവർ ടൈം ഷോക്കേസിംഗ് ദെയർ പ്രോഗ്രസ് ആൻഡ് അച്ചീവ്മെന്റ്സ് ഇൻ വേരിയസ് ഫോംസ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ഈ പോർട്ട്ഫോളിയോ മെത്തേഡ് പോലുള്ള അല്ലെങ്കിൽ അസസ്മെന്റ് പോലുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരുമ്പം എന്താണ്,
അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? കോംപ്രഹെൻസീവ് റെക്കോർഡ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് ഓവർ ടൈം. ഓരോ ടൈമിനനുസരിച്ചുള്ള കുട്ടിയുടെ ഡെവലപ്മെന്റ് എല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. അത് എന്ത് കാണിക്കുന്നുണ്ട്? ഷോക്കേസിംഗ് ദെയർ പ്രോഗ്രസ് ആൻഡ് അച്ചീവ്മെന്റ്സ് ഇൻ വേരിയസ് ഫോംസ്. അവരെ പ്രോഗ്രസ് എങ്ങനെയാണെന്നും അവരെങ്ങനെ അച്ചീവ്മെന്റ്സ് എടുക്കുന്നുവെന്നും അതിന്റെ വേരിയസ് ഫോംസിൽ എങ്ങനെ അവർ ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ എ ആണ്. അപ്പം ബിയും സിയും ഡിയും എന്തുകൊണ്ടായില്ലെന്ന് നോക്കിയേ. ഇറ്റ് അലോസ് ടീച്ചേഴ്സ് ടു സ്ട്രിക്ട്ലി ഇവാലുവേറ്റ് സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ എ സിംഗിൾ എക്സാം. അപ്പോൾ ഒരേ ഒരു എക്സാം വെച്ചിട്ട് ആ കുട്ടി ഇവാലുവേറ്റ് ചെയ്യുന്നതൊന്നും അതിനകത്ത് വരില്ല. ഇറ്റ് ഫോക്കസസ് ഓൺ മെഷറിംഗ് ദ റോട്ട് മെമ്മറൈസേഷൻ സ്കിൽസ്. അപ്പോൾ റോട്ട് മെമ്മറൈസേഷൻ സ്കിൽസ് എന്ന് കാണുമ്പോഴേ അറിയാം അത് KCF-ലോ NCF-ലോ ഒന്നും വരുന്നതല്ല. ഓപ്ഷൻ ഡി നോക്കി, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങുമായിട്ട് റോട്ട് മെമ്മറൈസേഷൻ വരുന്നതല്ല. ഓപ്ഷൻ ഡി നോക്കി, ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ അസസിംഗ് ലാംഗ്വേജ് സ്കിൽസ്. ഈ പോർട്ട്ഫോളിയോ അസസ്മെന്റ് എന്നൊക്കെ പറയുന്നത് ലാംഗ്വേജ് സ്കിൽസിന്റെ അസസ്മെന്റിന് സ്യൂട്ടബിൾ മെത്തേഡ് അല്ലെന്നാണ് പറയുന്നത്. നമുക്ക് ഓൾറെഡി ഉത്തരം കിട്ടിയായിരുന്നു. അപ്പം KCF സജസ്റ്റ് ചെയ്യുന്ന ഇൻഫോർമൽ അസസ്മെന്റ് മെത്തേഡ്സ് ഉണ്ട്, പോർട്ട്ഫോളിയോ അസസ്മെന്റ് പോലുള്ളത്. അതിന്റെ പ്രാധാന്യം, അതിന്റെ ബെനിഫിറ്റ് എങ്ങനെയാണ് കുട്ടികൾക്ക് കിട്ടുന്നതെന്നാണ്. ഓപ്ഷൻ എ ആയിരുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് എ കോംപ്രഹെൻസീവ് റെക്കോർഡ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് ഓവർ ടൈം, ഷോക്കേസിംഗ് ദെയർ പ്രോഗ്രസ് ആൻഡ് അച്ചീവ്മെന്റ്സ് ഇൻ വേരിയസ് ഫോംസ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്, the KCF aligns with the principles of National Curriculum Framework. What is one key difference between the two? കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് NCF-ന്റെ കുറച്ച് MCQs നോക്കിയായിരുന്നു. ഇപ്പൊ KCF ആണ്. നോക്കിയേ, KCF NCF തമ്മിലുള്ള ഡിഫറൻസ് പ്രധാനമായിട്ട് എന്തിലാണ് കാണുന്നതെന്നാണ്. കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. KCF focuses solely on English language learning, while the NCF covers all subject. KCF ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗിന് മാത്രമുള്ളതാണ്, പക്ഷെ NCF എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യുന്നു. അങ്ങനെയാണോ? അല്ല. ഓപ്ഷൻ സി നോക്കിയേ, KCF promotes rote learning while the NCF emphasizes critical thinking. അങ്ങനെയല്ല, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലും പറഞ്ഞു. KCF റോട്ട് ലേണിംഗിനെ പ്രൊമോട്ട് ചെയ്യുന്നു, NCF ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പൊ KCF റോട്ട് ലേണിംഗിനെ മാത്രമല്ല പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്. ഓപ്ഷൻ ഡി നോക്കിയേ, the NCF is not relevant to the KCF. അപ്പൊ എന്താണ്, KCF-ഉമായിട്ട് തട്ടി നോക്കുമ്പോൾ NCF റെലവന്റ് അല്ലെന്നാണ് പറയുന്നത്. അതിനും പ്രാധാന്യമില്ല. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഈ NCF-ഉം KCF-ഉം തമ്മിലുള്ള കീ ഡിഫറൻസ് എന്തിലായിരുന്നു എന്നാണ്. ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഓപ്ഷൻ നോക്കാം. The KCF incorporates multilingualism, including Malayalam and other Indian languages, while the NCF primarily focuses on English. അപ്പൊ NCF പ്രധാനമായിട്ടും ഫോക്കസ് കൊടുക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിനാണ്. പക്ഷേ KCF അതിനകത്ത് എന്തും കൊണ്ടുവരുന്നുണ്ട്? മൾട്ടിലിംഗ്വാലിസവും കൊണ്ടുവരുന്നുണ്ട്. അവർ ഇൻക്ലൂഡിങ് മലയാളം ആൻഡ് അതർ ഇന്ത്യൻ ലാംഗ്വേജസ്. മൾട്ടിലിംഗ്വാലിസവും KCF ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ NCF പ്രൈമർലി ഫോക്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മുടെ ടീച്ചിങ് മോഡ്യൂളിന്റെ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നതാണ് NCF ആൻഡ് KCF ഓൺ ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, ചാനൽ നോക്കിയാൽ കാണാം. ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പം ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കൂടുതൽ എല്ലാ ടോപ്പിക്കിലും ഉപയോഗിച്ച് കുറേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോവാം. അപ്പം നമുക്ക് ഓൾറെഡി പഠിച്ചിരിക്കുന്നവർക്കും ആദ്യമായിട്ട് ശ്രമിക്കുന്നവർക്കും എല്ലാം ക്വസ്റ്റ്യനിലൂടെ പഠിക്കുമ്പോൾ കുറച്ചൊരു കോൺഫിഡൻസ് ഉണ്ടായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.